ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിവിടെ മിൽക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ലബാന മിൽക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിൽ എടുക്കാം. സാധാരണ ബോട്ടിലായാലും മതി കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഷേപ്പുകളൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പ്, പിന്നെ സ്റ്റാർ, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഷേപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് പെന്നോ സ്കെച്ച് പെന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓരോ പീസസും നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒറ്റ പീസാണ് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റാറും അതുപോലെ ഹാർട്ടും ഒരു റൗണ്ടുമാണ് വരച്ചെടുത്തത്. അതിന് ശേഷം നമ്മൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ചധികം വരച്ചെടുക്കുകയാണ് കേട്ടോ. സ്റ്റാർ ഹാർട്ടൊന്നും ഒരുപാട് വേണ്ട, പക്ഷേ വൈറ്റ് റൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചധികം വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് നമ്മൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്കെച്ച് പെൻ എടുത്തേക്കാണ്. നമ്മുടെ സാധാരണ സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഷേപ്പായിട്ട് വെച്ചില്ലേ, റൗണ്ട് അല്ലാത്തത്, അപ്പോൾ അത് എല്ലാതും നമ്മൾ കളർ ചെയ്യുന്നുണ്ട്. ഹാർട്ടും സ്റ്റാറും വരച്ചത് എല്ലാതും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് കളർ ചെയ്തതിന് ശേഷം നമ്മളത് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതിൽ കളർ പിടിക്കുന്നുമുണ്ട് കേട്ടോ, അങ്ങനെ പോകുന്നൊന്നുമില്ല. ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പല പല കളേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റെഡും ഗ്രീനും അതുപോലെ ബ്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചില സ്കെച്ച് പെന്നൊന്നും വർക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഗ്രീനും റെഡും ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 3 സെറ്റാണ് കൊടുത്തെടുത്തത്. പിന്നെ നമ്മൾ റൗണ്ട് ഉള്ളത് വൈറ്റായിട്ട് തന്നെ വെച്ചു കേട്ടോ. അതിനുശേഷം ഒരു വുള്ളൻ ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു, പിന്നെ നമ്മൾ ഒരു വൈറ്റ് ഒട്ടിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കളറും പിന്നെ വൈറ്റുമാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടി അധികം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം കളർ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. പക്ഷേ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഇതേപോലെ വൈറ്റാണ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. എൻ്റെ അടുത്ത് അത്രയും ഉണ്ടായിരുന്നില്ല ചെയ്തെടുത്തത്. പിന്നെ ഞാൻ വെക്കേഷൻ പോകുന്ന സമയത്ത് ചെയ്തതാണ്. പിന്നെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് പോകാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സെയിം ലെങ്ത്തിൽ തന്നെ വെച്ചിട്ട് എല്ലാതും കുറച്ചധികം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പല പല കളേഴ്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഫുൾ വൈറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ഒരെണ്ണം മാത്രം കളർ റെഡ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ പല ഷേപ്പുകളിൽ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം തെറ്റിപ്പറ്റി താഴെ നമ്മൾ ബ്ലൂ കളർ തന്നെ കൊടുത്തു. ആദ്യത്തെ വെക്കുന്നത് കളർഫുള്ളും താഴെ വെക്കുന്നത് വൈറ്റുമായിട്ട് തന്നെയാണ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു മൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു റിങ് മാത്രം കിട്ടില്ലേ, ആ ഒരു വിധത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ വളരെ ഉപകാരമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റും ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ഒരു മോട്ടിവേഷനാണ് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതേപോലെ റിങ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഇതിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗ്ലൂ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായി കെട്ടി ഒന്ന് ഉറപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് കുറച്ച് പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുറച്ചും കൂടെ അധികമൊക്കെ ചെയ്തിടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് കുറച്ചും കൂടെ ചെയ്തിടും കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് വൂളെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ 4 സൈഡിലും കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ 4 സൈഡിലും നമ്മളിങ്ങനെ കെട്ടി മുകളിലോട്ട് വരുന്ന വിധത്തിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കെട്ടി കൊടുത്തതിന് ശേഷം ഈ ഒരു 4 പീസ് നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് പിടിക്കുക കേട്ടോ. അതൊരു ലെവലിൽ നിൽക്കും. 4 ഊളും കൂടെ ഒരേ ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിങ്ങനെ ലെവലായിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് അവിടെ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കെട്ടിയാൽ മാത്രമാണ് അത് ലെവലായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ നിൽക്കുന്ന പോലെ ആവും. അപ്പോൾ ഇതേപോലെ ഇത്രയുള്ള സംഭവം. ഇനി ഇത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുന്നിടത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ ഇടും. അപ്പോൾ ഇതിന് കളറൊക്കെ കൊടുക്കണമായിരുന്നു ആ റിങ്ങിന്, പക്ഷേ എനിക്കൊന്നും ടൈം കിട്ടിയില്ല. അതേപോലെ ഇത് കുറേയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇത് ആമസോണിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.